ഹായ് ഫ്രണ്ട്സ്, PK സിംപ്ലി നാടനിൽ ഇന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് റാഗി ഉപ്പുമാവൊക്കെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതെങ്ങനെയെന്നും പറയാൻ പറ്റില്ല. റാഗിയൊക്കെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ആവുന്നതാണ്. അതുകൊണ്ട് അതെങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാമെന്ന് കൂടെയുള്ളൊരു ടിപ്സും കൂടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ റാഗി വെർമിസലി എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടി ആദ്യം നമുക്ക് താളിക്കാം. കടുക് വറുത്ത്, കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഇത് മൂന്നും കൂടെ നമുക്ക് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഒരു 1-2 ചുമന്ന വറ്റൽമുളക് 2-3 കട്ട് ചെയ്തിടാം. ഇത് നല്ലൊരു ഹെൽത്തി ഉപ്പുമാവാണ്. ഷുഗർ, BP അതൊക്കെ ഉള്ളവർക്ക് കഴിച്ചാൽ പെട്ടെന്ന് ഇത് ഡൈജഷൻ ആവില്ല, പെട്ടെന്ന് വിശക്കുമില്ല. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉപ്പുമാവൊക്കെ ഡെയിലി നമ്മൾ കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടം എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും. നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചാൽ ഒന്നും കുഴയില്ല. നല്ല പൂ പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാനതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പും ചുമന്ന് കഴിഞ്ഞു. പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഉള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ഉപ്പിടുമ്പോഴത്തേക്ക് ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുമല്ലോ, അതിനാണ്. ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് അതിൽ കറക്റ്റായിട്ട് ആ വെള്ളത്തിൻ്റെ അളവിന് ഉപ്പുണ്ടായിരുന്നാൽ മതി. പിന്നെ നമ്മൾ അത് സേമിയ ഇടുമ്പോഴത്തേക്ക് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല ഒന്ന് വഴറ്റി അത് സോഫ്റ്റ് ആവണം. ഉള്ളി സോഫ്റ്റ് ആവണവരേക്കും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് സേമിയ ഒന്ന് ഉടച്ചു വയ്ക്കണം. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 100 ഗ്രാമിൻ്റെ വെർമിസലിയാണ്, റാഗി വെർമിസലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാമിന് 200 ml വെള്ളം അളവാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്ക് വെർമിസലി ഒന്ന് പൊടിച്ചെടുക്കണം. അതിങ്ങനെ നൂല് പോലെ ഉണ്ടാവും. അത് നല്ല പൊടിച്ചെന്ന് പറഞ്ഞാൽ 1-2 പൊടിച്ചെടുത്താലേ അത് നീളത്തിലുണ്ടാവില്ലല്ലോ, കുറച്ച് നല്ല സേമിയ അളവിന് വരുള്ളൂ. അപ്പോൾ അത് പതുക്കെ കൈ കൊണ്ട് നല്ല ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ആ പൊടിച്ച വെർമിസലി ഇടാം. വെർമിസലി ഇട്ട് നല്ല പതുക്കെ ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ആവിയിൽ നല്ല വെന്ത് വരും. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അത്രയും മതി. 100 ഗ്രാമിന് 200 ml വെള്ളം മതി. നല്ല മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ചധികം തേങ്ങ യൂസ് ചെയ്യണം. തേങ്ങ ഇട്ടാലേ നല്ല ടേസ്റ്റുള്ളൂ, കാണാനും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് അതിൽ തൂവിയിടാം. തേങ്ങ ഇട്ടതിന് ശേഷം അത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, 5 മിനിറ്റ് വേണ്ട, അത് ആദ്യം ഒന്ന് വെന്തല്ലോ, അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം എടുത്ത് നല്ല മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വേഗമാവും. നമുക്ക് ഇഡ്ഡലി, ദോശയൊന്നും ഡെയിലി കഴിക്കാതെ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതൊന്നുകൂടെ എല്ലായിടും നല്ല പിടിച്ച് കിട്ടാൻ, തേങ്ങയുടെ എസൻസും എല്ലാം പിടിച്ച് കിട്ടാനായിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിതെടുക്കാം. അപ്പോൾ നല്ല വാസന വരുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ തേങ്ങയിട്ട് ലൈറ്റാக മൂടി വെച്ചതിന് ശേഷം അതെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് എടുക്കാം.
ആ വെള്ളം തിളച്ച് ആ വെള്ളത്തിൽ ഈ വെർമസലിട്ട് അത് വറ്റണ സമയം കൊണ്ട് അത് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഡെക്കറേഷനാണ് ചെയ്യണത്. തേങ്ങയൊക്കെ ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണതാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്ക് കാലത്ത് നമുക്ക് പെട്ടെന്ന് പണികൾ ചെയ്യാനുള്ളതിന് ഇതുപോലുള്ള ഉപ്പുമാവൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചാൽ അത് നല്ല ഉതിരിയായിട്ട് വന്ന് കിട്ടും. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റാഗി വെർമിസലി ഉപ്പുമാവ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ അളവിന് ഇപ്പോൾ 200 ഗ്രാമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 400 ml വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി PK സിംപ്ലി നാടൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.